പ്രേംകുമാറിന്റെ മനസ്സൊരു മത്സരത്തിന്, പ്രത്യേകിച്ച് ഒരു UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഒരു അവസ്ഥയിലായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പറ്റുന്ന ഒരാളായിട്ട് ഞാൻ എന്നെ കുറിച്ചൊരു വിലയിരുത്തൽ എനിക്കില്ല. അങ്ങനെ ഒരു മനസ്സ് ഇപ്പോഴും എനിക്കില്ല. അപ്പൊ അവർ ഓഫർ ചെയ്താൽ അതെനിക്ക് പറയാൻ പറ്റും. UDF ഓഫർ ചെയ്താലോ? അതാണ് ഈ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാര്യം താങ്കൾക്കറിയാം, ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു നാടക ഇതുമായിട്ട് വരുമ്പോൾ എന്റെ അന്നത്തെ ഒരു മോഹവും അന്നവിടെ ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ഒരു ജോലി കിട്ടുകയായിരുന്നു. പക്ഷെ പിന്നീട് എന്റെ വഴികളൊക്കെ വേറെ തരത്തിൽ ദൈവനിശ്ചയപ്രകാരം ഇങ്ങനെ പോവുകയായിരുന്നു. സിനിമയിലായി മറ്റു പല ആഗ്രഹിച്ചതൊന്നുമല്ല. അപ്പോ നാളെ എന്താണ് ഇപ്പൊ ചലച്ചിത്ര അക്കാദമിയുടെ ഈ സ്ഥാനത്തേക്ക് വന്നു, അതൊക്കെ ഒരു ദൈവനിശ്ചയം. നാളെ എന്താണെന്നൊന്നും എനിക്കൊന്നും പറയാൻ പറ്റൂല. നമുക്ക് നോക്കാം, കാത്തിരുന്ന്. മനസ്സിനൊരു ചെറിയ ചാഞ്ചാട്ടം ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു. എന്താണ്? എന്ത് ചാഞ്ചാട്ടം? അതായത് വേണമെങ്കിൽ മത്സരിച്ചാലും കുഴപ്പമില്ല, അത് UDF കാൻഡിഡേറ്റ് ആയാലും കുഴപ്പമില്ല. നാളത്തെ കാര്യം ഞാൻ പറയാം. പക്ഷെ എന്നോട് കാണിച്ചത് ഏറ്റവും വലിയ ഒരു അവഗണനയോ അനീതിയോ അല്ലെങ്കിൽ ഇരട്ടനീതി. ഞാനിതൊക്കെ മറന്നിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മറക്കാൻ ശ്രമിച്ച ആളാണ്. ഇപ്പൊ ഈ സച്ചിദാനന്ദൻ മാഷിന്റെ ഈ സാഹിത്യ അക്കാദമിയിലെ തുടർന്നുകൊണ്ട് ചെയർമാൻ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അദ്ദേഹം ഗവൺമെന്റിനെ നിശിതമായി വിമർശിക്കുന്നിട്ടും അദ്ദേഹത്തിന് ഒരു ഇതും വന്നിട്ടില്ല. അപ്പോ അതൊരു ഇരട്ടനീതിയായിട്ട് എനിക്ക് തോന്നി, അദ്ദേഹത്തോട് കാണിച്ചതും എന്നോട് കാണിച്ചത്. കാര്യം ഇപ്പൊ ഞാൻ സച്ചിദാനന്ദ മാഷുമായിട്ട് ഒരു താരതമ്യവും ഇല്ലാത്ത ആളാണ്. അദ്ദേഹം ഒരു മഹാപ്രതിഭയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന സാഹിത്യ അക്കാദമിയും ഒരേ തുല്യ പരിഗണനയുള്ള, ഒരേ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളാണ്. അപ്പൊ ആ രണ്ട് സ്ഥാപനങ്ങളുടെയും ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന രണ്ടുപേർ എന്നുള്ള താരതമ്യം മാത്രമേ ഇരിക്കുള്ളൂ. ആ രണ്ടുപേരോട് കാണിച്ചത് രണ്ട് നീതിയാണ്. പിന്നെ മറ്റൊന്ന്, താങ്കളൊന്ന് ചോദിക്കണം, ഈ മന്ത്രിയോടുമൊക്കെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാംസ്കാരിക വകുപ്പിലെ മറ്റേതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഇങ്ങനെ സ്വാഭാവികമായി കാലാവധി കഴിഞ്ഞ ഉടനെ അത് പുനഃസംഘടിപ്പിച്ച് പുതിയ ചെയർമാനെ നിയമിച്ചിട്ടുള്ളതെന്ന് ചോദിക്കണം. സാഹിത്യ അക്കാദമിയിൽ പോലും അദ്ദേഹത്തിന്റെ ചുമതല കാലാവധി കഴിഞ്ഞിട്ട് എത്രയോ കാലമായി. സംഗീത നാടക അക്കാദമിയിൽ എത്രയോ കാലമായി. എനിക്ക് മനസ്സിലായി പ്രേംകുമാർ ഈ കാര്യത്തിൽ നല്ല വേദനയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ താങ്കളുടെ മുറിവുണക്കാൻ CPM തീരുമാനിക്കുകയാണെങ്കിൽ താങ്കളുടെ നിലപാട് എന്തായിരിക്കും? ഇന്നലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ താങ്കളുടെ വീടിൻ്റെ വരാന്തയിൽ കഴക്കൂട്ടത്ത് വന്ന് കുറച്ചു നേരം നിന്നിട്ടാണ് പോയത്. താങ്കളെ ഫോണിൽ സംസാരിച്ചു എന്നും പറഞ്ഞു താങ്കളോട്. അപ്പോൾ പ്രേംകുമാർ അദ്ദേഹത്തോട് എന്താ പറഞ്ഞ കാര്യം? കടകംപള്ളി വളരെ പ്രതീക്ഷയോടെയായിരുന്നു കാറിൽ അവിടെ എത്തിയത്. നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അതേ പ്രതിനിധിയുമായി സംസാരിക്കുകയും ചെയ്തു. പ്രേംകുമാർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നല്ലോ. അല്ല, ഇപ്പൊ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് ഇങ്ങനെ ശാന്തമായിരിക്കും. ഞാനിപ്പോ കുറച്ച് എഴുത്തും വായനയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്, അങ്ങനെ ഇരിക്കുന്നു. ഇടയ്ക്ക് ചില ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, മറ്റൊരു തീരുമാനങ്ങളിലേക്ക് ഇപ്പൊ വന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ശ്രീണ ചേർന്ന് വിളിച്ച് പറയും. ഓക്കെ, താങ്ക് യു പ്രേംകുമാർ, താങ്ക് യു. അല്ലെ, എന്തായാലും പ്രേംകുമാർ പറയുന്നു ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല, എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് അറിയിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ വിശ്വസിക്കുന്നു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം തുടരുകയാണ്. അലക്സ്, ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പ്രേംകുമാർ പറയുന്നു. അതിൽ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം വളരെ മുറിവേറ്റ ഒരു സിംഹം തന്നെയാണ്. അദ്ദേഹത്തിന് വളരെ അസ്വസ്ഥത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബാക്കിയാകുന്നു. പക്ഷേ അദ്ദേഹത്തോട് ചെയ്തത് ശരിയായില്ല എന്നാണ് എൻ്റെയും തോന്നൽ. കാരണം ചലച്ചിത്ര അക്കാദമി പോലൊരു സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരിക്കുന്ന ഒരാളിനെ നമ്മൾ ചുമന്ന് മാറ്റേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തോട് പറഞ്ഞാൽ പോരെ, നാളെ മുതൽ നിങ്ങളല്ല മറ്റൊരു ചെയർമാൻ വരുന്നു എന്നുള്ളത്. മറ്റൊരു ചെയർമാനും പ്രതിഭാധനൻ തന്നെയാണ്. അപ്പോൾ അത് പറയാവുന്ന കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ പാർട്ടിയിൽ സംഭവിക്കുന്നത് എന്നെനിക്കറിയില്ല. പറയൂ. SKN, തീർച്ചയായും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പ്രേംകുമാർ സച്ചിദാനന്ദനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്റെ പ്രതികരണം വ്യക്തമാക്കിയതിനു പിന്നാലെ മന്ത്രി സജി ചെറിയാൻ നൽകിയ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് പ്രേംകുമാർ മികച്ച രീതിയിൽ ചെയർമാൻ സ്ഥാനം വഹിച്ച ഒരാളാണ്. നല്ല രീതിയിൽ തന്നെ സംഘാടനം വഹിച്ചു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് ആ മേഖലയിൽ പ്രാഗൽഭ്യമുണ്ടെന്ന് തെളിയിച്ച ആളാണെന്ന് വാനോളം അദ്ദേഹത്തെ പ്രശംസിക്കുന്നത് നമ്മൾ കണ്ടു. ഇത്രയൊക്കെ ചെയ്ത ഒരാളിനെയാണ് ഈ പറഞ്ഞതുപോലെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു ചട്ടോ അല്ലെങ്കിൽ ഒരു നടപടിയും പാലിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഇറക്കി വിട്ടതെന്നാണ് പ്രേംകുമാർ ആരോപിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ മുറിവേറ്റതെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയാതെ പറയുന്നത്, അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഓഫർ കോൺഗ്രസ് മുന്നോട്ട് വെച്ചാൽ അത് നാളത്തെ കാര്യം എന്താകുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാനാകില്ല എന്ന് മാത്രമാണ് പ്രേംകുമാർ പറഞ്ഞു വെക്കുന്നത്. അതിനർത്ഥം കോൺഗ്രസ് നല്ല ഓഫർ മുന്നോട്ട് വെച്ചാൽ അദ്ദേഹം സ്വാഭാവികമായി സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു. കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരിഗണിച്ചത് അരുവിക്കര, നെയ്യാറ്റിക്കര, പാറശാല മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലുമാണ്. പക്ഷേ അതിന് പ്രേംകുമാർ ഒരുക്കമല്ല, അതിന് വഴങ്ങുന്നില്ല. അങ്ങനെ ഒരു സാമുദായിക ഘടകത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മണ്ഡലങ്ങളിൽ പോയി മത്സരിക്കേണ്ട ഒരു സാധ്യത തൽക്കാലം താൻ കാണുന്നില്ല. പകരം താൻ ജനിച്ചു വളർന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളതായിരിക്കും സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ആഗ്രഹവും തന്നെയായിരിക്കും. അതിനാലാണ് കഴക്കൂട്ടം അദ്ദേഹത്തിന് കോൺഗ്രസ് ഓഫർ ചെയ്യുന്നത്. അതിൽ മൂളിയിട്ടില്ല ഇതുവരെയും.
കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ KPCC അധ്യക്ഷനുമായൊക്കെയായി ചർച്ച തുടരുന്നുണ്ട്. എന്താണെങ്കിലും പ്രേംകുമാറിനെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള സജീവ നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ക്യാമ്പിലെത്തുകയും പ്രേംകുമാർ കോൺഗ്രസ് ക്യാമ്പിലെത്തുകയും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അത് തിരുവനന്തപുരം ജില്ലയിലെ 6ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ അത് പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. പാറശാല, നെയ്യാറ്റിൻകര, കോവളം, കാട്ടാക്കട, നെടുമങ്ങാട് തുടങ്ങിയ 6ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ അതിന്റെ അലയൊലികൾ ഉണ്ടാവും. നാടാർ സമുദായത്തിന് പ്രബലമായ ശക്തി സ്വാധീനമുള്ള മേഖലയാണ് ഈ പറഞ്ഞ 6 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെയൊക്കെ ഇത് പ്രതിഫലിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനാലാണ് ഈ ഘട്ടത്തിൽ CPM-നെ അടിക്കുന്നതോടൊപ്പം തന്നെ പ്രേംകുമാറിനെ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് മുൻകൈ എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.